അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് വറുത്ത് വെച്ച ഉള്ളി ഒന്ന് ചെറുതായി പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമസാല ഇതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് മല്ലിയില, പുതിനയില അത് കുറച്ചധികം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, തൈര്, നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. തലേ ദിവസം വേണമെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്നെടുത്ത് വേവിക്കാം. പിന്നെ നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ഇപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റിയ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് സാധാരണ റൈസ് വെക്കണ പോലെ വെള്ളത്തിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. ഒരു മുക്കാൽ വേവിൽ വേവിച്ചെടുക്കാം. പിന്നെ നമുക്കത് ദമ്മാക്കാനാണ്. നമുക്ക് ചോറിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് മുകളിലേക്ക് മല്ലിയില, പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മല്ലിയില, പുതിനയില ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് ദമ്മിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ മസാലക്കൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ ഇത്തവണത്തെ ഇതിന് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആക്കാം അല്ലേ.